والآفات في الوقت ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. وصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرة نبينا محمد صلى الله عليه وسلم وإلى أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى أرواح أزواجه الطاهرات أمهات المؤمنين وإلى أرواح أهل الخير وأهل الحق كلهم أجمعين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم. اللهم افض علينا من فيوضاتهم وأمدنا بمددهم وانصرنا بنصرتهم يا خير الناصرين. اللهم بحقهم وبفضلهم بارك لنا في جميع أمورنا لا سيما في أمرنا هذا بركة تامة يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ അർപ്പിതമായ വിഷയം ഈ സദസ്സിന് സ്വാഗതം പറയുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഈ മദ്രസ തെക്കമ്പാങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിദ്യാർത്ഥികൾ ഈ മദ്രസയിൽ നിന്ന് പടിയിറങ്ങി പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഗുരുനാഥനായിക്കൊണ്ട് വളരെ സുദീർഘമായ ഒരു കാലം ഈ സ്ഥാപനത്തിൽ സേവനം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങുന്ന ബഹുമാനപ്പെട്ട മൗലാന ഉസ്താദിനെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ സ്നേഹോപകാരം അർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. ഇതിൽ ഒരുപാട് നമ്മുടെ മഹലിലുള്ള വ്യക്തിത്വങ്ങൾ നമ്മോട് സംവദിക്കാറുണ്ട്. എങ്കിലും വളരെ സമയബന്ധിതമായ പരിപാടി ആയതുകൊണ്ട് സുദീർഘമായ ഒരു പ്രസംഗത്തിന് തയ്യാറെടുക്കാതെ നമ്മുടെ പരിപാടി സമയം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും പ്രസംഗിക്കും എന്ന് ആഗ്രഹമായി സൂചിപ്പിക്കുന്നു. ഇവിടെ സ്വാഗതം പറയുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വേദിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ അവരുകളാണ്. അദ്ദേഹത്തെ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കുഞ്ഞു മുഹമ്മദ് ബാക്കവി ഉസ്താദ് അവരുകളാണ്. ഉസ്താദ് അവരുകളെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മൗലാന ഉസ്താദിനെ ക്ഷണിച്ച് ആദരിക്കാൻ വേണ്ടി മുഹമ്മദ് കുട്ടി ഹാജി, നമ്മുടെ മഹല്ലിന്റെ മുൻ പ്രസിഡന്റ്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഷീൽഡ് നൽകി ആദരിക്കുന്നത് ഉണ്ണീൻകുട്ടി കളപ്പുഴ, നമ്മുടെ മഹല്ല് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി അധ്യക്ഷനെ ഏൽപ്പിക്കുന്നു. അതുപോലെ ഇവിടെ ഒത്തുചേർന്ന നമ്മുടെ മഹല്ലിന്റെ കാരണവന്മാര്, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ സുഹൃത്തുക്കൾ എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം ബഹുമാനപ്പെട്ട തങ്ങളവരെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് കാലമായിട്ട് നമ്മുടെ ഗുരുനാഥനായി നമുക്ക് സേവനം ചെയ്ത് നമുക്ക് കാര്യങ്ങൾ നിർത്താം. ഈ മദ്രസയിൽ നിന്നുള്ളതായിരിക്കുന്ന സേവനം അദ്ദേഹം പല കാരണങ്ങളെ കൊണ്ടും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും മറ്റൊക്കെ തൽക്കാലത്തിന് നിർത്തിയിരിക്കുകയാണ്, വിരമിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ഇവിടുത്തെ വയസ്സെത്തുകാരായിരിക്കുന്ന കുട്ടികൾ എല്ലാവരും ചേർന്നുകൊണ്ട് വിപുലമായ നിലയിലല്ലെങ്കിലും ചെറിയൊരു നിലയിൽ ആ കടമ നിറവേറ്റുക എന്നുള്ള നിലയ്ക്ക്
ഒരു യാത്രാ യോഗം നിലനിർത്തുക എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തട്ടിക്കുട്ടിയതുകൊണ്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എത്താൻ പറ്റിയിട്ടില്ല. പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവുക, കുറെ ആൾക്കാർ ചേർത്തും വിചാരിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ ദീർഘമായിട്ട് സംസാരിച്ച് സമയം കളയുന്നില്ല. മുല്ലാക്കാരെ പറ്റിപ്പോ ഇതിനെക്കാളും കൂടുതൽ ഇന്നൊക്കെയാണ് അറിയും. കാരണം വെച്ചാല് മുല്ലാക്ക നമ്മളെ ഏതെങ്കിലും ഉസ്താദന്മാരെ മാതിരി എവിടുന്നെങ്കിലും വന്ന് നമ്മളെ മദ്രസയുടെ ഒരാളായി തീർന്ന് ഇവിടെ സെവത്തിയിലാണ് നമ്മുടെ ഇടയിൽ ജനിച്ച് നമ്മുടെ ഇടയിൽ വളർന്ന് നമ്മളോടൊത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തന്ന് പോന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, ഈ നാട്ടുകാരെന്ന നിലക്ക് ഒരു പരിധി എന്നേക്കാൾ കൂടുതൽ ഇവിടെ കൂടിയായിരിക്കുന്ന രക്ഷിതാക്കളുണ്ട്. ചെറുപ്പക്കാർക്ക് വേണ്ടത്ര ശ്രദ്ധിച്ചോണമെന്നില്ല, തിരിയും മനസ്സിലായോ. CH മണ്ഡലമല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന കക്കോളത്തിൽ മണ്ഡലമല്ല പുസ്തകം ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് തന്നെ 1951 1951 ജനിച്ച മൂപ്പത്തിപ്പുറത്ത് കണക്കൂട്ടിയൊക്കെയാണെങ്കിൽ ഒരു 72 വയസ്സായിട്ടുണ്ട്. ദീർഘമായിട്ട് ആരോഗ്യത്തിൽ സിഹത്തോടുകൂടെ നിൽക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ പിതാവ് മൊയ്തീൻകാക്കയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊക്കെ മൊയ്തീൻകാക്കയാണ്. പിന്നെ മാതാവ് മേലേപ്പാറ തിക്കു എന്ന് പറഞ്ഞ മഹതിയാണ്. അവർ രണ്ടുപേരും നമ്മുടെ വിട്ടുപോയി. റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവണം. മുല്ലാക്കാന്റെ ഉമ്മാന്റെ കുടുംബം പാപ്പാന്റെ കുടുംബം പറഞ്ഞാൽ ഇവിടെ അസിലിൽ അവർ ഇവിടെ ഉള്ള ആളുകളല്ല, പന്നിലുള്ള ആളുകളല്ല. വെട്ടിച്ചറ ഭാഗത്ത് നിന്ന് വർഷങ്ങൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പ് അറിയാം, മല്ലാക്കാന്റെ 72 വയസ്സായി പറയുമ്പോ പിന്നെ അപ്പുറത്തിനാണ് കുട്ടി നമുക്ക് അറിയാലോ. വെട്ടിച്ചറ ഭാഗത്ത് നിന്ന് മാതായ മുനിയര് എന്ന് പറയുന്ന ഒരാളെ ഈ നാട്ടുകാർ ഇവിടുത്തെ കുട്ടികൾക്ക് ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാനും മറ്റുമായിട്ട് കൂടിക്കും. മാതായ മുസ്ലിം, ഈ മാതായ മുസ്ലിയര് ഇവിടെ വന്ന് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചത് ചേരക്കോണം അൺമുല്ലാക്ക എന്നല്ല, പേരപ്പാടം അൺമുതുമല്ല എന്ന് പറയുന്ന ആളുടെ അമ്മായിനെ മൂപ്പർ കല്യാണം കഴിച്ചു. മൂപ്പർക്ക് അതിൽ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവര് ആ വിവാഹബന്ധം വേർപ്പെടുത്തി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ നിന്ന് നടന്ന് ഹജ്ജിന് പോവുകയാണ്. അങ്ങനെയാണ് വിജയിച്ചത്. നടന്ന് ഹജ്ജിന് പോയി, മക്കയിൽ പോയി. മക്കയിൽ പോയതിന് ശേഷം ഇവിടുത്തുകാരായിരിക്കുന്ന ചില ആളുകളൊക്കെ അക്കാലത്ത് ബഹുമാനപ്പെട്ടവരെ അവരെ കണ്ട വർത്തമാനങ്ങളൊക്കെ ഇവിടെ നാട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏതായിരുന്നാലും ആ ബഹുമാനപ്പെട്ടവര് പിന്നീട് നാട്ടിൽ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെയാണ് ചരിത്രം. പിന്നെ എന്തായി അവകാശത്തായിട്ടുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ മാതാരി വലിയത് മൂപ്പരിവിടെ ഉള്ള കാലത്ത് ഒരു ചെറുപ്പക്കാരനെ ഇവിടെ കൂട്ടിക്കൊടുത്തു. മൂപ്പരുടെ ആളായിട്ട്, മൂപ്പരുടെ കാരണമായിട്ടൊക്കെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 14-ാമത്തെ വയസ്സിൽ, അതെനിക്ക് 4-ാമത്തെ വയസ്സിൽ അറിയില്ല, 4-ാമത്തെ വയസ്സിലാണ് അറിയില്ല. 4-ാമത്തെ വയസ്സിൽ ഒരു കുട്ടിനെ ഇവിടെ കൂട്ടിക്കൊണ്ടു. ആ കുട്ടി, അയാളുടെ പേര് ഉണ്ണിക്കുട്ടി എന്നാണ്. ഉണ്ണിക്കുട്ടി, അതായത് ആ പറയുന്ന ഉണ്ണിക്കുട്ടി ബഹുമാനപ്പെട്ട മൊല്ലാക്കാന്റെ വല്യാപ്പ, ഉപ്പാപ്പ, അതായത് മൊയ്തീൻകാക്കാന്റെ വാപ്പ. നമ്മുടെ CH ആലിക്കുട്ടിയുടെ മനസ്സിലാവുക, ആലിക്കുട്ടിയുടെ ഒക്കെ വാപ്പ. അതാണ് ഉണ്ണിക്കുട്ടി. ഉണ്ണിക്കുട്ടിനെ 4 വയസ്സിന് ഇവിടെ കൊടുന്ന മാതാരി മോലിയേര്. ആ കാലഘട്ടത്തിൽ ഉണ്ണിക്കുട്ടിയുടെ അറിയപ്പെട്ടിരുന്നത് മോലിയരുടെ ഉണ്ണിക്കുട്ടി എന്നാണ്. മോലിയരുടെ ഉണ്ണിക്കുട്ടി എന്നാണ് അറിയുന്നത്. പിന്നീട് അത് ലോപിച്ചെന്തായി മോലിയരുണ്ണിക്കുട്ടി എന്നായിരുന്നു. കാരണം മോലിയരുണ്ണിക്കുട്ടി നമുക്ക് പ്രവർത്തനം പറ്റി പറയരുത്. അതിങ്ങനെ വന്നതാണ്. മോലിയരുണ്ണിക്കുട്ടി എന്നായിരുന്നു. മോലിയരുണ്ണിക്കുട്ടി അല്ല,
മോചേരുടെ ഉണ്ണിക്കുട്ടിയാണ്. ഉണ്ണിക്കുട്ടിയാക്കാന്ന് പറഞ്ഞത് അതായത് ഇവരുടെ വലിയപ്പ മൂല്യരല്ല. പിന്നെ ആ പേര് വന്നത് എങ്ങനെയാണ്? മോചേര് ഉണ്ണിക്കുട്ടി ആയി തീർന്നത് മോചേരുടെ ഉണ്ണിക്കുട്ടി ആയിരുന്നത് മോചേർ ഉണ്ണിക്കുട്ടിയായി മാറി. ആ മോചേർ ഉണ്ണിക്കുട്ടിയുടെ മകനാണ് നമ്മൾ മേൽപ്പറഞ്ഞായിരുന്ന മൊയ്തീൻകാക്ക, അതായത് നമ്മൾ മല്ലാക്കാന്റെ വാർത്ത. ഇതാണ് അവരുടെ പിന്നെ കുടുംബത്തിന്റെ സ്ഥിതി. അങ്ങനെയാണ് മല്ലാക്ക പിന്നെ ഈ മോചേർ ഉണ്ണിക്കുട്ടിന്റെ അവരുടെ കീശിലായിട്ടാണ് ചക്കുളപ്പിന്നുള്ളത്. അങ്ങനെ വന്നതാണ് CH എന്നുള്ളത്. പിന്നെ അവരുടെ പരമ്പരായ ആൾക്കാർ ബന്ധപ്പെട്ടതായിട്ടുള്ള ആൾക്കാർ നമ്മളെ വെട്ടി ചെറുകാക്കാരായിട്ടുള്ള ഒരാളായിരുന്നു. ചെറുപ്പക്കാർക്കുള്ള അറിവിനൊക്കെ അറിയില്ല. ഇപ്പൊ നമ്മളെ മറ്റേ കുട്ടിയും ചേർപ്പൊക്കെ വാപ്പ അത് അവരുടെ ആ ബന്ധത്തിൽപ്പെട്ടതാണ്. മുഹമ്മദിന്റെ വാപ്പ കുഞ്ഞിക്കുട്ടിയൊക്കെ അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയവും. അവരൊക്കെ അതിൽപ്പെട്ടതാണ്. അതിന് കൃത്യമായ വിവരങ്ങളൊക്കെ നീ എങ്ങനെ പോകുന്നതാപ്പയാണോ എന്നുള്ളതൊക്കെ ചോദിച്ചാൽ അറിയാം. ഇങ്ങനെയാണ് അവരുടെ കുടുംബ സ്ഥിതി. ഞാൻ വീട്ടിൽ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാലും നമുക്ക് വല്ലാക്കാന്നല്ലേ അറിയുള്ളൂ. വല്ലാക്കാൻ പറ്റി ദേശത്തിൽ നമ്മൾ മനസ്സിലാക്കണ്ടേ. 951 ജനിച്ചതെന്ന് നമ്മൾ പറഞ്ഞത്. അങ്ങനെ മൂപ്പര് അപ്പോ ഒരു മൊല്ലാക്കന്മാരേക്ക് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ മേലേപ്പാടം തിത്തു മേലേപ്പാടം അഹമ്മദ് മൊല്ലാക്കാരുടെ മകളാണ് അല്ലേ? ആ മകളാണ്. അപ്പൊ ആ മൊല്ലാക്കന്മാരുടെ കുടുംബത്തിലാണ് മൂപ്പര് ജനിച്ചിട്ടുള്ളത് അർത്ഥം. ഇൻഷാ അല്ലാഹ്. അപ്പോ അങ്ങനെ മൂപ്പര് ജനിച്ചു. പിന്നെ മൂപ്പരുടെ ചെറുപ്പസ്ഥിതികളൊക്കെ നമ്മൾ കൂടുതൽ രക്ഷിതാക്കൾ വളരെ ബുദ്ധിമുട്ടിയും വളരെ വിഷമിച്ചിട്ടുമാണ് ഇന്ന് കാണുന്ന മല്ലാക്കല്ല മല്ലാക്ക ഇതേ നിലയിൽ എത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് മൂപ്പരുടെ മാതാവ്. ആ മാതാവ് അങ്ങേയറ്റം വളരെ അതിനെ അതിന് ക്ഷീണമാണ്. അതിന് എന്നും രോഗി എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു സ്ഥിതിയായിരുന്നു. അതോടുകൂടെ മല്ലാക്കാനെ വളർത്തി വലുതാക്കി ചെറുപ്പം മുതൽ തന്നെ. എന്നാൽ നമ്മളെല്ലാവരും ചെയ്ത മാതിരി എന്റെ മകൻ ഒരു അധ്വാനിക്കാനായാൽ ഇട്ട് കുറച്ച് കഞ്ഞിട്ടളം കൊടുക്കാനോ എന്ന് വിചാരിച്ചിട്ട് കണ്ടുകൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിക്ക് കിട്ടിയില്ല. ഓത്തോള്ളിയിലേക്കും മറ്റുമൊക്കെ പറഞ്ഞ് ഖുർആൻ പഠിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ത്യാഗം സഹിച്ച ആ ഉമ്മ മല്ലാക്കാനെ വളർത്തിണ്ടാക്കി മല്ലാക്കാനെ ഉസ്താദന്മാരിലേക്ക് പറഞ്ഞയച്ചു. ചേലേക്കോടൻ അഴമല്ലാക്കാന്റെ അടുത്തുനിന്നാണ് കാര്യമായിട്ടും നമ്മുടെ മല്ലാക്ക ഖുർആൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് മൗത്തായി പോയ മുഹമ്മദ് ഹംസ ഉണ്ടല്ലോ, പിന്നെ തൊടുതലപ്പള്ളിക്ക് ജീവിച്ചില്ല. എന്താ കൊടകത്തുമ്പോൾ അതെന്നെയാണോ മുസ്ലിയാകത്ത് പേരറിയില്ലാത്തോട്ട് പറഞ്ഞാല് മുസ്ലിയാകത്ത് പിന്നെ മൊല്ലാക്ക. ആ മൊല്ലാക്കാന്റെ അടുത്ത് നിന്നും കുറച്ചു കാലം 6 മാസം അതുപോലെ ഖുർആൻ പഠിച്ചിട്ടുണ്ട്. പിന്നീട് തുടർന്ന് ഖുർആൻ ഓതാൻ തോന്നി. അതൊക്കെ മനസ്സിലാക്കി അതിനോടനുബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത്യാവശ്യം പതുവേറ്റ് കമ്പൂസ് ഓരോത് അതുപോലത്തെ ഓരോതുകൾ ആ കാര്യങ്ങളൊക്കെ ഗുരുനാഥന്മാരിൽ മറ്റും പഠിച്ചു. അതൊഴിച്ച് ഉയർന്ന് കിതാബ് ഓതി ഉയരാനുള്ളതായിട്ടുള്ള ഒരു ഭാഗ്യം അന്ന് വരാൻ കിട്ടിയില്ല. കാരണം സാഹചര്യം അങ്ങനെയായിരുന്നു. അത് മാത്രമല്ല അന്ന് ഖുർആൻ പഠിച്ച് അതേമാതിരി തന്നെ അത്യാവശ്യം ചെല്ലാനും പറയാനൊക്കെ പഠിച്ചു പറഞ്ഞാൽ അതിന്റെ ഒരു വലിയ ഡിഗ്രിയാണ് അന്നത്തെ നിലയിൽ. പിന്നീട് കിതാബ് ഓതി പഠിക്കാൻ ആൾക്കാരൊക്കെ വളരെ മോശമാണ്, വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ, വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മല്ലാക്കാർക്ക് ആ കാലഘട്ടത്തിൽ ഉയർന്ന് കിതാബ് ഓതി പഠിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല, പഠിച്ചിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, മൂപ്പരൊക്കെ തുറന്നു പറയുന്ന കാര്യമാണ്. പിന്നെ ഉമ്മാന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നോക്കുന്നത് മൂപ്പരാണ്, ഞാൻ വീട്ടിൽ പറയല്ല. അങ്ങനെ ഗുരുനാഥന്മാരിൽ നിന്ന് ഖുർആൻ മറ്റ് അത്യാവശ്യമായിരുന്ന കാര്യങ്ങളൊക്കെ മൂപ്പര് പഠിച്ച് 18ാമത്തെ വയസ്സിൽ മൂപ്പര് 18 അല്ലെങ്കിൽ 17ാമത്തെ വയസ്സിൽ ജോലിയിൽ ഏർപ്പെട്ടു. 1968 ആണ് നമ്മുടെ മദ്രസ ആരംഭിക്കുന്നത്. ഈ മദ്രസയുടെ അസിലായിരിക്കുന്ന പൂർത്തുൽ ഇസ്ലാം മദ്രസ അന്ന് ഇവിടെയല്ല മദ്രസ, ചെറുപ്പറിയില്ല, ഇവിടെയല്ല, ആ തെക്കേക്കരം ആ ഭാഗത്താണ്. ആ മദ്രസ ആരംഭിക്കുന്നത് 1968 ആ 68 മദ്രസ ആരംഭിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മല്ലാക്ക അവിടെ അധ്യാപകനായി, ഇവിടുത്തെ കമ്മിറ്റിക്കാർ ബഹുമാനപ്പെട്ടവരെ അവിടെ ഉസ്താദായി ചെയ്തു. അപ്പൊ അത് കൂടി നോക്കിയിട്ട് 68 എന്ന് പറഞ്ഞാൽ 51 മല്ലാക്ക ജനിച്ചത്. അപ്പൊ 17ാമത്തെ വയസ്സ് മൂപ്പര് മദ്രസ അധ്യാപകനായി. അപ്പോ അങ്ങനെ മൂപ്പര് മദ്രസ അധ്യാപകനായി
മദ്രസ അധ്യാപകനാവുന്നതിന്റെ മുന്നെയോ അല്ലെങ്കിൽ അതിന്റെ ശേഷമാണ് നമ്മുടെ കല്യാണം നടന്നത്. ഇത് ഓർമ്മ ചെയ്യാൻ മുന്നേ ശേഷം മദ്രസ അധ്യാപകനായതിന്റെ ശേഷമാണ് ഒരു കല്യാണം നടന്നത്. കല്യാണം നടന്ന് പിന്നെ അതിൻ്റെതായ നിലയിൽ ഉപഭോക്തര മഹാഭാഗം ചെയ്തതിന് മുമ്പ് സന്താന പരമ്പരകളെ കുറിച്ചാണെങ്കിൽ 7 മക്കളുണ്ട് മൊല്ലാക്കാർക്ക്. ഇതൊക്കെ ഞാൻ കയ്യിൽ പറയുന്നതില്ല. 7 മക്കളുണ്ട്. 3 ആൺമക്കളാണ്, 4 പെൺകുട്ടികളോ. ഇതൊക്കെ എന്നെക്കാൾ കൂടുതൽ എന്നൊക്കെ അറിയാം. പക്ഷെ മൊല്ലാക്കാരുടെ കാര്യം പറയുമ്പോൾ നിർത്തി പറഞ്ഞു മാത്രം. അപ്പോ ഏതോ ആവട്ടെ 1968 നമ്മുടെ മദ്രസ അധ്യാപനം തുടങ്ങിയതായ മൊല്ലാക്ക 2022 മെയ് 31 വരെ അതേ മക്കളാണ്. മൊല്ലാക്ക ഒഴിവായത് മെയ് 30-നല്ലേ? അതേ 31-ന് മെയ് മാസം 31-ആണ്. ആ 31 വരെ എന്താക്കി ബഹുമാനപ്പെട്ട മൊല്ലാക്ക ഇവിടുത്തെ അധ്യാപകനായി തുടർന്നിട്ടുണ്ട്. അപ്പൊ കൂട്ടിയൊക്കെ മതി എത്ര കാലം എന്നുള്ളത് 52 കൊല്ലം. അതേ 54 കൊല്ലം. അത് നിങ്ങൾ കൂട്ടിയൊക്കെ മതി. 1968 മുതൽ 2022 വരെ. അപ്പൊ ദീർഘമായിരിക്കുന്ന ഒരു കാലം ഇവിടുത്തെ അധ്യാപകനായിട്ട്, ഇവിടുത്തെ കുട്ടികൾക്ക് അരിഫ് പഠിപ്പിക്കുന്ന ആളായിട്ട്, അതെന്നെ പറയാ അമ്മക്ക് പഠിക്കുന്ന പറയണ്ട, അരിഫ് പഠിപ്പിക്കുന്ന ഒരാളായിട്ട് നമ്മുടെ ഉസ്താദായിട്ട് வாழ்ന്നു പോകുന്ന ഒരു മഹാവ്യക്തിത്വമാണ് നമ്മുടെ മല്ലാക്ക. അതിന്റെ ഇടയിൽ ഈ മദ്രസ പഠനത്തിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട മല്ലാക്ക പല കാര്യങ്ങളും നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ വലിയ രസമാണ്. അതോടുകൂടെ വലിയ ഭാഗ്യവുമാണ്. ഈ മദ്രസ പഠനത്തിന്റെ ഇടയിൽ ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടത് സമസ്ത നടത്തുന്നതായിരിക്കുന്ന ട്രെയിനിങ് മൂപ്പര് പൂർത്തിയാക്കിയിട്ടുണ്ട്. മദ്രസ രംഗത്തുള്ള ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 പ്രാവശ്യം ഇസുൽ ക്ലാസ്സിലിരുന്നിട്ടുണ്ട്. 2 പ്രാവശ്യം ഇസുൽ ക്ലാസ്സിലിരുന്ന് പാസ്സാക്കി അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൊഫസർ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഒന്ന് പള്ളിപ്പറമ്പിൽ പോയിരുന്നു. അവിടുന്ന് ഇസുൽ ക്ലാസ് 41 ദിവസമാണ് നടന്നത്. അവിടുന്ന് രണ്ടാമത്തത് വാഴകൻ മദ്രസയിൽ വെച്ച് നടന്നു. അതിനും ബഹുമാനപ്പെട്ടവർ പങ്കെടുത്തു. അതിന്റെ 2 വട്ടം പങ്കെടുത്തതെന്ന് ചോദിക്കേണ്ട. കാരണം എത്രത്തോളം കൈകാര്യണ്ടാവും. അപ്പൊ ട്രെയിനിങ് പാസ്സായ ആളാണ് ബഹുമാനപ്പെട്ടവര്. 2 പ്രാവശ്യം ഹിസ്ബിനിരുന്ന ആളാണ്. ഖുർആൻ പരീക്ഷയിൽ ആ ഇസുൽ ക്ലാസ്സിൽ 80 മാർക്കുണ്ടായി. 80 മാർക്കുണ്ടായിരുന്നു. അതാ ബഹുമാനം ദീർഘമായി ജോലി ചെയ്തു എന്ന് പറയുമ്പോൾ അതെത്ര വലിയതാണോ? അത് വലിയ തന്നെയാണ്. കാരണം സമസ്ത ഒരിക്കല് വിദ്യാഭ്യാസ ബോർഡ് ഒരിക്കല് ഒരു വിഷയം നടത്തുണ്ടായി. 25 കൊല്ലം ഒരേ സ്ഥലത്ത് ജോലി ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ മാലിന്യങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് ക്യാഷ് അവാർഡ് കൊടുക്കുന്നു സമസ്ത എന്ന് പറഞ്ഞിട്ട് 2000 രൂപ പ്രഖ്യാപിച്ചു. അതിന്ന് പൂർവ പഞ്ചായത്തിൽ നിന്ന് അർഹനായിരിക്കുന്ന ഒരേ ആളെ നമ്മളാക്കി. 25 കൊല്ലം ഒരേ മദ്രസയിൽ ഒരേ സ്ഥലത്ത് ഒരേ കമ്മിറ്റിന്റെ കീഴിൽ ജോലി ചെയ്തു എന്നുള്ള നിലയ്ക്ക് വിദ്യാഭ്യാസ ബോർഡ് പാസ്സാക്കിയതായിരിക്കുന്ന നിശ്ചയിച്ചതായിരിക്കുന്ന ക്യാഷ് അവാർഡ് നമ്മൾ ഉണ്ടാക്കാൻ കിട്ടിയത്. അത് ആകെ മലപ്പുറം ജില്ലയിൽ നിന്ന് 4 ആൾക്കാർ കിട്ടി. മലപ്പുറം ജില്ലയിൽ നിന്ന് 4 ആൾക്കാർ കിട്ടിയത്. അതിൽ പൂർവ പഞ്ചായത്തിൽ ഒരേ ഒരാൾക്കാണ് കിട്ടിയത്. അത് ഉണ്ടാക്കി. അങ്ങനത്തെ സ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈപ്പുറത്തുനിന്ന് ഇവർ ഈ കാശവാറിന് മറ്റൊക്കെ അറിയിട്ടുണ്ട്. വൈപ്പുറത്തുനിന്ന് വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള ഏതാണ്ട് സംഘടന കൃത്യമായ വേറൊന്നും എനിക്കറിയില്ല. അവര് കൊല്ലാക്കാർക്ക് ഒരു ഫലം മറ്റുമൊക്കെ സമ്മാനമായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ അള്ളാഹു പല ദീനിനെ ഹിദ്മത്ത് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോ സ്വഭാവ ദൂഷ്യങ്ങളോ മറ്റൊക്കെ നമ്മളിൽ നിന്നോ പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മല്ലാക്കാറും അതിലേറെ മല്ലാക്ക നമ്മൾക്ക് എല്ലാവർക്കും പൊരുത്തപ്പെട്ടു തരിക. നല്ലൊരു സ്നേഹാദരവോടുകൂടെ നമ്മൾ പെരുമാറുക. വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മളെല്ലാവരും ഒരു നിലയ്ക്കല്ലെങ്കിൽ ഒരു നിലക്ക് നമ്മൾ മല്ലാക്കാനായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. കടമപ്പെട്ട ആളുകളാണ്. ബന്ധപ്പെട്ടവരെന്ന് പറഞ്ഞ പോലെ കടമപ്പെട്ട ആളുകളാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു 50-45 വയസ്സുള്ളതായിരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ മല്ലാക്കാന്റെ ശിഷ്യന്മാരായിരിക്കും, ശിഷ്യകളായിരിക്കും. ആ കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ഒരാൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അലിഹുല്ലാഹു പറഞ്ഞത് എനിക്ക് ഒരാൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളുടെ അടിമയാണ്. അയാൾ വിചാരിക്കുന്നത് ഇന്നെ വിറ്റോട്ടെ,
ആളുകളെ ഒക്കൂലെ, അതേമാതിരി വിറ്റോട്ടെ, അല്ല പിന്നെ വിൽക്കാത്ത വെക്കാൻ അവിടെ തന്നെ നിർത്തിക്കോട്ടെ, അത്ര ഞാൻ കടമപ്പെട്ട ആളാണ്. എനിക്ക് ഒരറഫ് പഠിപ്പിച്ച ആളാണെങ്കിൽ ആ ഉസ്താദിനോട് ഞാൻ കടമപ്പെട്ടവനാണ്, ഞാൻ അടിമയാണ് എന്നാണ് അലിയല്ലാഹു പഠിപ്പിച്ചത്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹാവാക്യം കൊണ്ട് ഈ മഹത്തായ യോഗത്തിനെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ആശംസയ്ക്ക് വേണ്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിന്റെ പ്രധാന ഉദ്ദേശങ്ങളൊക്കെ നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കി. ദീർഘകാലം നമ്മുടെ മദ്രസയിൽ സേവനം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട കൊല്ലാത്ത ഉസ്താദ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിന്റെ പ്രധാന ഉദ്ദേശങ്ങളൊക്കെ നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കി. ദീർഘകാലം നമ്മുടെ മദ്രസയിൽ സേവനം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട കൊല്ലാത്ത ഉസ്താദ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ശിഷ്യ സമ്പത്തുകളെ വാർത്തെടുത്ത ബഹുമാനപ്പെട്ടവർക്കുള്ള ഒരു ചെറിയ യാത്രയപ്പാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും പരിശുദ്ധമായ ദീനിനു വേണ്ടി, ദീനീ സേവനത്തിന് വേണ്ടി ചെലവഴിക്കുകയും അതിലൂടെ ഒരുപാട് ശിഷ്യ സമ്പത്തുകളെ അദ്ദേഹത്തിന് വാർത്തെടുക്കാൻ കഴിയുകയും ചെയ്തു. അദ്ദേഹം ചെയ്ത സേവനങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കുന്ന സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മുല്ലാഖ് മുഅല്ലിമാവുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ വളരെ ഭാഗ്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ദീർഘകാലം ഒരേ സ്ഥാപനത്തിൽ, ഒരേ നാട്ടിൽ ഒരു ഉസ്താദായി ജീവിക്കുക എന്നുള്ളത് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. വലിയ ഉസ്താദന്മാര് എന്ന് പറഞ്ഞാൽ ദർശനത്തെ ഉസ്താദന്മാര് അവർക്ക് വലിയ പണിയില്ല, അവർ പങ്കിടിന് പണിയില്ല എന്നല്ല. മദ്രസ പഠിപ്പിക്കുമ്പോ ഉസ്താദൊരു അക്ഷരം തെറ്റിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ ഉസ്താദ് രണ്ടായിരത്തി ഈ ചെറിയ കുട്ടികൾക്ക്, ഒന്നും അറിയാവുന്നതായ കുട്ടികൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെയധികം ത്യാഗമുള്ളതായ ഒരു പ്രവൃത്തി തന്നെയാണ്. ഏതിന് ഒരു മല്ലാക്കിയാണ്, അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിലെ ഉസ്താദാണ്, അല്ലെങ്കിൽ 2-ാം ക്ലാസ്സിലെ ഉസ്താദാണ് എന്ന് ആളുകളുടെ ഇടയിൽ മറ്റുള്ള ഉസ്താദന്മാരെക്കാളും സ്ഥാനവും നിലയും കുറവാണെങ്കിലും ഇൽമ പഠിപ്പിക്കുന്നതിന്റെ ഉറവിടം, അടിത്തറ ആ ഉസ്താദിന്റെ അടുത്താണ് കിട്ടുന്നത്. ചെറിയ കുട്ടികൾക്ക് അവരോട് ചീത്ത പറഞ്ഞാൽ പിറ്റേന്ന് മദ്രസയ്ക്ക് വരില്ല, തച്ചാല് ചോദിക്കാനും പറയുന്ന ആളുണ്ടാവും. അതുപോലെ പിന്നെ മദ്രസയ്ക്ക് വരാൻ കുട്ടികൾക്ക് മടിയാവും. അതൊക്കെ സഹിച്ചുകൊണ്ടും കുട്ടികളുടെ ഇംഗത്തിനനുസരിച്ച് നിന്നുകൊണ്ടുമൊക്കെ മദ്രസയിൽ ക്ലാസ് എടുക്കാൻ, ആ വിഷയങ്ങൾ കുട്ടികളെ ധരിപ്പിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരം, നോമ്പ് പോലാത്തതായ അമലുകളുടെ എല്ലാ വിഷയങ്ങളും മറ്റുള്ള ഉസ്താദന്മാരെ, വലിയ ഉസ്താദന്മാരൊക്കെ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ പഠിപ്പിക്കാനുള്ളതായ ബാധ്യതയും അതിനുള്ളതായ കഴിവും അത് മദ്രസയിലെ ഉസ്താദന്മാർക്കാണ്. ആ ഉസ്താദന്മാര് പഠിപ്പിക്കുന്നതിനനുസരിച്ചായിരിക്കും ആ കുട്ടിയുടെ ജീവിതത്തിന്റെ മറ്റങ്ങോട്ടുള്ളതായ നിലവാരം. അതുകൊണ്ട് തന്നെ ഒരു ഉസ്താദ് ഒരു അർത്ഥം പഠിപ്പിച്ചു കൊടുത്താൽ അതിൻ്റെതായ കൂലി ജീവിതകാലം, മരണത്തിന് ശേഷവും അവരുടെ അക്കൗണ്ടിലേക്ക്, അവരുടെ ഖബർ ജീവിതത്തിലേക്കും അക്ഷരയിലേക്കും ആഖിറത്തിലേക്കും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അതൊരു ജാരിയായ സദഖയാകുന്നതിനോട് കൂടെ
പ്രത്യേകിച്ച് ഇൽമ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ കൂടുതലുള്ളതായ ഒരു പുണ്യമാണ്. ആ പുണ്യം വളരെയധികം നേടി അതിന് തൗഫീഖ് നൽകിയ ഒരാളാണ് നമ്മുടെ ഉസ്താദ്, മല്ലാക്ക ഉസ്താദ് എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ മല്ലാക്ക ഉസ്താദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ ചെയ്തതായ എല്ലാ അമലുകളും അവന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കുമാറാവട്ടെ. ഇനിയുള്ള കാലം ആഫിയത്തോടു കൂടെ, ആരോഗ്യത്തോടു കൂടെ, റാഹത്തോടു കൂടെയുള്ള ജീവിതം അല്ലാഹു ഉസ്താദിന് നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദിന്റെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു ദൂരീകരിച്ച് റാഹത്തായ ജീവിതം അല്ലാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അടുത്ത ആശംസക്കായി മദനി ഉസ്താദിനെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹനിറഞ്ഞ സദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദര സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമിക്കലും പിരിയലുമെല്ലാം അവരുടെ പൊരുത്തത്തിലുള്ള അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹുവിന്റെ വിട്ടുപുറത്ത് മാറാകത്തിലുമാറാവട്ടെ. സുഖലോക സ്വർഗത്തിൽ നമ്മയും നമ്മുടെ ഉസ്താദന്മാരെ ശിഷ്യന്മാരുടെ കൂടെ ഒരുമിച്ച് കൂടി സന്തോഷിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മല്ലാക്ക ഉസ്താദ് ബഹുമാനപ്പെട്ടവരുടെ ജനനം മുതൽക്കുള്ള ഇന്നേ ദിവസം വരെയുള്ള ചരിത്രങ്ങൾ നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നാം മനസ്സിലാക്കി. എനിക്കൊന്നും അതിനെപ്പറ്റി അക്കറിയില്ലായിരുന്നു, സത്യം പറയുന്നു. ഏതായിരുന്നാലും ഒരുപാട് ദീനി ഖിദ്മ ചെയ്യാൻ അവസരം ലഭിച്ച മഹാഭാഗ്യവാനാണ് നമ്മുടെ മല്ലാക്ക ഉസ്താദ്. നേരത്തെ ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് സ്വന്തം ദീനി ഖിദ്മ ചെയ്യുന്നതോടുകൂടെ തന്റെ മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ ഭാവി സുരക്ഷിതമാവാൻ വേണ്ടി രണ്ട് നല്ല കേൾപ്പുണ്ട് രണ്ട് പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ ബഹുമാനപ്പെടുന്നത് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ശിഷ്യന്മാരും കൂട്ടുകുടുംബങ്ങളും ഒക്കെ ഒന്നിച്ച് സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആശംസയായി ഞാൻ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട മല്ലാക്ക ഉസ്താദ് അവർക്ക് എല്ലാ നിലക്കുമുള്ള ദീനി ഖിദ്മ ചെയ്തതിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പഠിപ്പിക്കുകയുണ്ടായി. ഖിവാമത്ത് ദുനിയ ബി അർബഅതി അഷ്യാ. ഈ ദുനിയാവിന്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത് 4 കാര്യങ്ങൾ കൊണ്ടാണ്. ആ 4 കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ മാത്രമാണ് ദുനിയാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സങ്കല്പിച്ചാൽ മതി, അത് നല്ലതും ചീത്തയും എല്ലാം ചെറുതും വലുതും ഒക്കെ ഉണ്ടായിരിക്കാം. ഏതായിരുന്നാലും അതിന്റെ യഥാർത്ഥ ഘടനയിൽ അത് നിലനിൽക്കണമെങ്കിൽ 4 കാര്യങ്ങൾ സമ്മേളിക്കണം. ആ 4 കാര്യങ്ങൾ എവിടെയെങ്കിലും പോറലേറ്റാൽ ദുനിയാവിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു. അതിൽ ഒന്നാമതായി മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ദുനിയാവ് ഈ ഐഹികമായിരിക്കുന്ന ലോകത്തുള്ള കാര്യങ്ങൾ വൃത്തിയായി നടക്കണമെങ്കിൽ നമുക്കതിന്റെ വില അറിയുകയില്ല, നമുക്കതിന്റെ സ്ഥാനം അറിയുകയില്ല. ഞാൻ ചുരുക്കി പറയുകയാണ്, നീട്ടി സംസാരിക്കുകയല്ല. ഒന്നാമതായി മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പണ്ഡിതന്മാരുടെ അറിവ് കൊണ്ടാണ്. ആ അറിവിടെ ഇല്ലായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുന്നു, ലൗലൽ ഉലമാഉ ലഹലക്കൽ ജാഹിലൂൻ. ഇവിടെ എങ്ങാനും പണ്ഡിതന്മാരില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും പണ്ഡിതന്മാരല്ലാത്ത മുഴുവനും നശിച്ചിരുന്നില്ലേ എന്ന് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരക്ഷരം നമുക്ക് ഒരൊറ്റ അറഫാണ് നമുക്ക് പഠിപ്പിച്ചെങ്കിൽ അത് നമ്മുടെ സ്ഥാനമാണ്. അത് എത്രയോ കാലം നമുക്ക് സേവനം ചെയ്യാൻ അവർക്ക് അവസരം ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഴുവൻ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നാളെ കണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സമയത്തും അതിന്റെ സുഖങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും നാളെ ഖബർ ജീവിതം നയിക്കുവാനും ആഖിറത്തിലുള്ള എല്ലാ സുരക്ഷിതത്വം കാരണമായിരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥനയും ആശംസിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആദ്യമായി തന്നെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് ഒന്നാമത് ദുനിയവിയായിരിക്കുന്ന ഐഹികമായ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കണമെങ്കിൽ ഒന്നാമത്തെ ഘടകമാണ് ഇൽമുൽ ഉലമാ, പണ്ഡിതന്മാരുടെ അറിവ്. രണ്ടാമത് മഹാനായിരിക്കുന്ന റസൂൽ തങ്ങൾ പഠിപ്പിച്ചത് സഹാബത്തിൽ അവനിയായി. ഒന്നാമത് പണ്ഡിതന്മാരുടെ അറിവ് ഇവിടെ അത്യാവശ്യമാണ്, അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾ അവരുടെ ധർമ്മം അത് ഈ ലോകത്തിന് ആവശ്യമാണ്. അത് സമ്പത്തുള്ള ആളുകൾ അത് നിർവഹിച്ചേ പറ്റൂ. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് മാത്രം.
ഇത് ആർക്കൊക്കെ നൽകുന്നു, എവിടെയൊക്കെ നൽകുന്നു, ഏതെല്ലാം വിഷയത്തിൽ വിനിയോഗിക്കുന്നു എന്ന് നിങ്ങൾക്ക് പരീക്ഷിക്കാൻ വേണ്ടി പാപങ്ങളുടെ കാര്യം നീ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു താൽക്കാലികമായി നിന്റെ കയ്യിൽ എത്തിച്ചു എന്നേ ഉള്ളൂ. അതിന്റെ കർത്തവ്യം, അതിന് വേണ്ട കടപ്പാടുകൾ പരിപൂർണമായി നീ നിർവഹിക്കണം. അത് നിർവഹിച്ചില്ലെങ്കിൽ ലൗലാ സഹാബത്തുൽ അഗ്നിയാഹി, സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾ ധർമ്മങ്ങളുടെ നടക്കുന്നില്ല എങ്കിൽ ലഹലക്കൽ ഫുഖറാഉ, പാപങ്ങൾ പ്രയാസപ്പെടും, അവർ നശിക്കും, അവരുടെ കാര്യങ്ങൾ നടക്കുകയില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മൂന്നാമതായി പറഞ്ഞു, സമ്പത്തുള്ള ആളുകൾ അവരുടെ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കരുത്. മൂന്നാമത് റസൂൽ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കണമെങ്കിൽ സാധുക്കളുടെ പ്രാർത്ഥന, സമ്പത്തില്ലാത്ത ആളുകൾ, പാവങ്ങളായ ഫഖീറന്മാരായ ആളുകളുടെ പ്രാർത്ഥന കൊണ്ടാണ് സമ്പന്നന്റെ സമ്പത്ത് നിലനിൽക്കുന്നത് എന്ന് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾ ആ കർത്തവ്യം വേണ്ടവർക്ക് വേണ്ട സമയത്ത്, അത് ഉസ്താദന്മാരാണെങ്കിൽ ഉസ്താദന്മാർക്ക്, നമ്മുടെ മഹല്ലത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ആരൊക്കെയാണോ ദുരിതം അനുഭവിക്കുന്നതെങ്കിലും അവരുടെ കരങ്ങളിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണെന്ന് നാം മനസ്സിലാക്കണം. മഹാനായ പ്രവാചക പ്രഭു നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, ആ സമയത്ത് പാപങ്ങളുടെ പ്രാർത്ഥനയെങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ സമ്പന്നന്മാരെ മുഴുവൻ നശിച്ചത് തന്നെ എന്ന് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയുണ്ടായി. നാലാമത്തെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സുദീർഘമായി പറയേണ്ട വിഷയമാണ്, ഞാൻ ആ വിഷയം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നാലാമതായി അവിടുന്ന് പഠിപ്പിച്ചത് നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ, ഭരണാധികാരികൾ, അവരുടെ നീതിബോധമാണ്. ആ നീതിബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഐഹികമായ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കുകയുള്ളൂ, അതിന്റെ നല്ല ശൈലി നിലനിൽക്കുകയുള്ളൂ. അതെങ്ങാനും ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഭരണകൂടം നീതി അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഭരണകൂടം അതാരായിരുന്നാലും, ഒരു വലിയ നമ്മുടെ നാട് ഭരിക്കുന്നവരായിരുന്നാലും, നമ്മുടെ മഹല്ലത്ത് ഭരിക്കുന്നവരാണെങ്കിലും, ഒരു നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ 100% എന്നല്ലെങ്കിൽ 99%എങ്കിലും നീതി പുലർത്താൻ നാം ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതുണ്ടായില്ല എങ്കിൽ അവിടെ നമ്മെ പഠിപ്പിക്കുന്നു, പരസ്പരം നാം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് കീറുകയും പരസ്പരം തെറി പറയുകയും മാത്രമല്ല, ചിലരെ കണ്ടുകൂടാത്തൊരവസ്ഥ നീതിയില്ലാതിരിക്കുമ്പോൾ ഇവിടെ വരക്കും. ഒരു ചെന്നായുടെ മുന്നിൽ ഒരു ആട്ടിൻകുട്ടിയെ കിട്ടിയാൽ എങ്ങനെയാണോ ഉണ്ടാവുക അവസ്ഥ നമുക്കറിയാമല്ലോ. എന്നതുപോലെ ജനങ്ങൾ പരസ്പരം ഭിന്നിക്കുകയും അവർ ശകാരിക്കുകയും അവർ ദേഷ്യപ്പെടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീതിയില്ലാതിരിക്കുമ്പോൾ പല അപശബ്ദങ്ങളും ഉണ്ടാവാൻ, അക്രമങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഞാൻ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് അതെല്ലാം ഇപ്പോൾ ആവശ്യമുള്ളൊരു സംഭവമാണെന്ന് നിങ്ങൾ ശരിക്കും ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മലാഖ് ഉസ്താദ് നമ്മുടെ മഹല്ലത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് സുബഹിക്കൊക്കെ പങ്ക് കൊടുക്കാൻ ഇങ്ങോട്ട് വരുന്ന രംഗത്തുകൊണ്ട് കേട്ടല്ലോ. എനിക്ക് അതിന്റെ അപ്പങ്കാലത്ത് താമസിച്ചൊന്നും എനിക്കറിയില്ല. എനിക്ക് നമ്മളെ രാമങ്കാലിന്റെ അപ്പുറത്ത് താമസിച്ച ആ വീട്ടിലൊക്കെ എനിക്കറിയുള്ളൂ. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവർ നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ സേവനങ്ങളും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഒരുപാട് കാലം ഇനിയും നമ്മുടെ താൽക്കാലികമായി മദ്രസയിൽ നിന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മറ്റൊക്കെ മനസ്സിലാക്കി ഒന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളോട് ഒഴിഞ്ഞു പോവുകയല്ല, ഇപ്പോഴും നമ്മുടെ പള്ളിയിലുള്ള നമ്മുടെ എല്ലാ സേവനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല ആത്മാർത്ഥമായി പ്രായത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, ആഫിയത്തോടുകൂടെ ദീർഘകാലം നമ്മുടെ പള്ളിയിൽ നമുക്ക് സേവനം ചെയ്യാൻ അല്ലാഹു തആല അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല ഈമാൻ നൽകി സുഖലോക സുഖത്തിൽ ഒരുമിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദവർക്ക് എല്ലാ നിലക്കുമുള്ള ആശംസകളും അറിയിച്ചുകൊണ്ട് താൽക്കാലികമായി നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ആശംസിക്കുക വേണ്ടി അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ ഞങ്ങൾ അധ്യക്ഷതങ്ങളുടെ കാരണവന്മാരെ സുഹൃത്തുക്കളെ, നമ്മുടെ
നടത്തിയ യാത്രയ്ക്ക് ഇത്തരം കാലം സേവനം ചെയ്ത് അള്ളാഹു ഒരു സാധ്യമായ അമലാഹു സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ ഞാനൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനാണ്. അപ്പോ നമ്മളിന്റെ വാർത്താപ്രവർത്തിയോ ഉണ്ടായിട്ടെങ്കിലും പിന്നെ സാറുകൾ പിന്നെ സമാധിയായി നമുക്ക് പൊരുത്തപ്പെട്ടു തരണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യം ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ എന്ന് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നമ്മോട് നമസ്കാരം. അടുത്തതായി ആശംസയ്ക്ക് വേണ്ടി മഹല്ല് സെക്രട്ടറി ശരിയും സുദീർഘമായ ഒരു പ്രസംഗത്തിന്റെ ആവശ്യം കൂടിയില്ല. എന്നിരുന്നാലും ആശംസ അർപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമാണ് എനിക്കുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് മൊല്ലാക്ക ഉസ്താദ് ഭാഗികമായി നമ്മോട് വിട പറയുകയാണ്. മുനീറുൽ ഇസ്ലാം സംഘത്തോട് വിട പറയുന്നില്ലെങ്കിലും ഭാഗികമായി അദ്ദേഹം മദ്രസ രംഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും കാരണം വിട പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ദീർഘകാലം സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ഒരു സ്വാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ പറയാനുള്ളത്, നമുക്ക് സംയുക്തമായിട്ട് OSF ഓൾഡ് സ്റ്റുഡൻസ് ഫെഡറേഷൻ നിങ്ങളുടെ പ്രവർത്തന മേഖല വളരെ സജീവമായിട്ടാണ് നിങ്ങളുടെ ഓൾഡ് സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഗ്രൂപ്പൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ സാന്നിധ്യവും ഈ സഹകരണവും നിങ്ങളുടെ പ്രവർത്തന മേഖലയുടെ പുരോഗതിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ രീതിയിൽ തന്നെ നല്ല മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തൗഫീഖ് നൽകുമാറാകട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. കാരണം നിങ്ങളുടെ പ്രവർത്തന മേഖല വളരെ നന്നായിട്ടാണ് ഇപ്പൊ പോകുന്നത്. ഈ പോക്ക് നമുക്ക് ഇതുകൊണ്ട് നിങ്ങൾ ഒരാളുടെയും കീഴാളന്മാരല്ല, നിങ്ങൾ അടിയാളന്മാരുമല്ല. നിങ്ങൾ മുനീറുൽ ഇസ്ലാമിന്റെ കരുത്തും ഓജസ്സും തേജസ്സുമാണെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളാണ് ഈ മുനീറുൽ ഇസ്ലാം സംഘത്തിന്റെ ഓജസ്സും തേജസ്സും അതുപോലെ ആയുസ്സും ആരോഗ്യവും ഒക്കെ. കാരണം എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം, യുവാക്കളില്ലാതെ നമ്മുടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോലത്തെ ഒരുപാട് യുവത്വങ്ങളായിരുന്നു മുന്നോട്ട് നയിച്ചിരുന്നത്. അതേ പ്രകാരം നിങ്ങൾക്കും അതിന് സാധിക്കും. ഒരുപാട് ഈ മഹല്ലിന്റെ പുരോഗതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിന് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതെല്ലാം വളരെ നല്ല നിലയിൽ നിങ്ങൾ പ്രവർത്തിച്ചു. അതിന് വളരെ അധികം സന്തോഷമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ വലില്ലാഹി ഷാളണിക്കുന്നതിന് വേണ്ടി മുൻ പ്രസിഡന്റ് ദീർഘകാല പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഹാജിയെയും മുലാഖയെയും ക്ഷണിച്ചു. ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ വക ഉപഹാരം അത് നൽകുന്നതിന് വേണ്ടി YSF ട്രഷറർ ആലിക്കുട്ടിയെ ക്ഷണിച്ചു. ക്യാഷ് അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി YSF പ്രസിഡന്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ
സംഘവും സ്വീകരിക്കുമാറാവട്ടെ. മുല്ലാഖാക്ക് നൽകിയതായ ഉപഹാരങ്ങളും കാശവാത്തൊന്നും മുല്ലാഖയുടെ ത്യാഗത്തിനും മറ്റ് മദ്രസ ദീനി പ്രവർത്തനങ്ങൾക്കൊന്നും അർഹിക്കുന്നതല്ലെങ്കിലും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നൽകുക എന്നുള്ള നിലക്കാണ് ഇതൊക്കെ നൽകിയത്. അതിനൊരു മറുപടി പ്രസംഗം മുല്ലാഖ് ഉസ്താദാണ് നടത്തേണ്ടത്. ഞാൻ ഉസ്താദിനോട് അതിനുമായി സംസാരിച്ചപ്പോൾ എനിക്കതിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എൻ്റെ മകൻ ഹുസൈൻ സഖാഫിനെ ഞാൻ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടി ഹുസൈൻ സഖാഫിയെ ക്ഷണിച്ചു. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أفضل المرسلين وعلى عباد الله الصالحين أما بعد. ഇവിടെ അറിയിക്കപ്പെട്ടത് 1968 ഖുവത്തുൽ ഇസ്ലാം മദ്രസ എന്ന പേരിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ച മദ്രസ അതിന്റെ മുമ്പ് പോത്തുപള്ളി സംവിധാനത്തിൽ വിജ്ഞാന വിതരണ രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉപ്പ 1968 മുതൽ ഔദ്യോഗികമായി വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകരിച്ച മുഅല്ലിമായി ആ തസ്തികയിൽ പ്രവർത്തിക്കുകയും 2022 ഈ കഴിഞ്ഞ മാസം അവസാനം വരെ ആ രംഗത്ത് കഴിവിന്റെ പരമാവധി സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നതിൽ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഏൽപ്പിക്കപ്പെട്ട പ്രബോധന ദൗത്യത്തിൽ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പല ഘട്ടങ്ങളിലായി ശത്രുപക്ഷത്തു നിന്ന് വന്ന ആക്ഷേപങ്ങളും എതിർസ്വരങ്ങളും ശരങ്ങളുമൊക്കെ പൂമാലയായി സ്വീകരിക്കുകയും അതിന് കുനിഞ്ഞു കൊടുക്കുകയും അനുഭവിക്കുകയും ചെയ്തപ്പോ തന്റെ ഖാസിം എന്ന് പറയുന്ന കുട്ടി തങ്ങളുടെ ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലെ വേർതിരിഞ്ഞു പോയവരാണ്. അതിൽ ചില ഹിക്മത്തുകൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ടാവും. റസൂലുള്ളാഹി തങ്ങൾ വലിയ സ്ഥാനം അല്ലാഹു തആല കൊടുത്ത ആളാണ്. ആ ആളുടെ ഒരു മകൻ ഒരു പ്രവാചകനല്ലാത്ത ഒരു തസ്തികയിൽ ജീവിക്കുക എന്നത് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. പണ്ഡിത മഹത്തുക്കൾ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പ്രായപൂർത്തി എത്തുന്നത് വരെ ജീവിക്കുമ്പോൾ അർഹിക്കുന്ന സ്ഥാനം കൊടുക്കാൻ കഴിയില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങളല്ലേ അവസാന പ്രവാചകൻ. അതുകൊണ്ട് ചെറുപ്പത്തിൽ മക്കളൊക്കെ വേർതിരിഞ്ഞു പോയി, ആൺമക്കളൊക്കെ. ഖാസിം എന്ന കുട്ടി വേർതിരിഞ്ഞപ്പോ അനസുബ്നു വാഇൽ എന്ന് പറയുന്ന അവിശ്വാസി റസൂലുള്ളാഹി തങ്ങളെ വാലറ്റവൻ, അബുദ്ധർ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചു. പിൻഗാമിയില്ലാത്തവൻ, ഗുരുത്തം കെട്ടവനാണ് എന്ന ഭാഷയിൽ ആക്ഷേപിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചവർക്കൊക്കെ മറുപടി കൊടുത്തത് അല്ലാഹുവാണ്. അബൂലഹബിന് മറുപടി കൊടുത്തത് നമുക്കറിയാം. അതേ സ്വഭാവത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുകയാണ് ഈ സൂറത്തിലൂടെ.
ഞാനിത് പറഞ്ഞത് ഈ സംഭവം പറയുക എന്ന ലക്ഷ്യത്തിലല്ല. ഇന്നാ അഴുത്തൈനാക്കൽ കൗസർ നബിയെ, അങ്ങേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നാം ചുരുങ്ങി തന്നിട്ടുണ്ട്. തങ്ങൾ വലിയ ആളാണ്. ഹൗദുൽ കൗസർ എന്ന് പറയുന്ന വലിയ ആ സ്ഥാനം, അത് അടക്കമുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് നാം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ കിട്ടിയ ആളാണ്. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക എന്ന റസൂലുള്ളാഹി തങ്ങളുടെ പ്രാർത്ഥന, അത് റസൂലുള്ളാഹി തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അല്ലാഹുവേ, നീ തന്ന നിഅമത്ത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. അങ്ങനെ തുടങ്ങി ആഫിയത്തിനെ തട്ടിപ്പോകുന്നതിനെ തൊട്ട്, അതുപോലെ പെട്ടെന്ന് നിന്റെ പരീക്ഷണങ്ങൾ വന്ന് വിട്ടുപോകുന്നതിനെ തൊട്ട്, നിന്റെ മുഴുവൻ കോപങ്ങളെ തൊട്ടും കാവൽ തേടുന്നു എന്നർത്ഥം വരുന്ന ആ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുമ്പോ നിഅമത്ത് വലിയ അല്ലാഹു തആല തന്ന നിഅമത്ത്. ഉപ്പാന്റെ 17ാമത്തെ വയസ്സ് 16ാമത്തെ വയസ്സ് മുതൽ 72 കഴിഞ്ഞ് നിൽക്കുന്ന ഉപ്പാക്ക് ഇത്ര കാലം ഞങ്ങളൊക്കെ പഠിപ്പിച്ചത് തന്നെയാണല്ലോ ആദ്യം. അപ്പോ ആ ഒരു സ്ഥാനം അല്ലാഹു തആല കൊടുത്തു എന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഈ ചെയ്ത യാത്രയത്തിന് നന്ദി പറയാനാണ് ഇപ്പം ക്ഷണിച്ചത്. അല്ലാഹുവിനോട് ഞാൻ ആദ്യം അൽഹംദുലില്ലാഹ് സ്തുതി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്നതിൽ വളരെ സംതൃപ്തനാണ്. അതിന് നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലിയ നിഅമത്ത് കിട്ടിയ ആള് എന്ന നിലയിൽ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞത് നിഅമത്തിന് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണം. ആ നിഅമത്തിന്റെ ശുക്ർ 2 രൂപത്തിലാണ്. ഒന്ന് ഫസ്വല്ലി റബ്ബിക, തങ്ങൾ തങ്ങളുടെ റബ്ബിനു വേണ്ടി ശരീരം കൊണ്ട് ആരാധന ചെയ്ത് ശുക്ർ അറിയിക്കുക. വൻഹർ, സാമ്പത്തികമായ ഇടപാടുകൾ നടത്തി ഉദ്ഹിയ്യത്തറുത്ത് ഓരോ വർഷങ്ങളും കടന്നു വരുമ്പോ ഉദ്ഹിയ്യത്തറുത്തുകൊണ്ട് പാവങ്ങൾക്ക് മാംസവിതരണം നടത്തി പെരുന്നാൾ ആഘോഷിക്കുന്ന കൂട്ടത്തിൽ ആളുകൾ, സാധുക്കളായ ആളുകൾ ഭക്ഷണത്തിന് കുശികൂട്ടാൻ കഴിയാതെ വിഷമിക്കുന്ന അവസ്ഥ ബലിപെരുന്നാളിന്റെ സമയത്ത് ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ച് എല്ലാ വർഷവും അതൊരു സുന്നത്താക്കി, ഒരു കുടുംബത്തിന്റെ സുന്നത്ത് കിഫയാക്കി, ഒരു വീട്ടിൽ അതുപോലെ അതൊരു സുന്നത്തായി വെച്ച് സാമ്പത്തികമായി കെട്ടുള്ള ആളുകൾ അതിന് ഉദാരമായി സന്നദ്ധരാകണം എന്ന് പഠിപ്പിക്കുമ്പോ ശാരീരികമായ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം സാമ്പത്തികമായ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇന്ന നബിയെ തങ്ങളെ വിഷമിപ്പിക്കുന്നവർ പലരുണ്ടാകും. ആസ്ബിന് വാഹിദ് റസൂലുള്ളാഹി തങ്ങളോട് അബുത്തർ എന്ന് പ്രയോഗിച്ചപ്പോ അതിന്റെ മറുപടി അബ്ബ പറയാണ്, അവനാണ് അബുത്തർ, അവനാണ് വലച്ചവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷമിപ്പിച്ച ആൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് കാലം ഈ രീതിയിൽ ദീനി വിജ്ഞാന വിതരണ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു. നമ്മുടെ പാമ്പ് പ്രദേശത്ത് ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് രംഗത്ത് വന്ന് അതിന്റെ ആ അവസ്ഥയിലേക്ക് നമ്മുടെ ഖുവത്തുൽ ഇസ്ലാം മദ്രസയെ അംഗീകരിക്കാൻ വേണ്ടി കൊടുത്ത് അതിൽ നിന്ന് ഒരു മുഅല്ലിം രജിസ്ട്രേഷൻ എന്ന നിലയിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, അതിന്റെ അംഗീകാര പത്രം കരഗതമാക്കി കുറെ കാലയളവിൽ അത് പ്രവർത്തിച്ചു. ആ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, 25 കൊല്ലം ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളുകൾക്ക് അന്ന് ഉപഹാരം നൽകുമ്പോൾ
മുമ്പ് തെരഞ്ഞെടുപ്പ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതാണ്. അതിനുവേണ്ടി ഉപ്പയുമായി സമസ്ത കാര്യാലയത്തിന്റെ പരിസരത്ത് അവിടെ നടക്കുന്ന വലിയ പരിപാടിക്ക് വേണ്ടി പോയപ്പോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നേരിട്ടാണ് ആ ഉപഹാരം കൊടുത്തിരുന്നത്. അവിടെ വെച്ച് അത് വാങ്ങിയപ്പോ അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ഖുർആൻ പഠിപ്പിച്ചവരാണ്, അത് പഠിപ്പിച്ചവരുമാണ് എന്ന ആ രീതിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു തആല ചെയ്ത സേവനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അതോടൊപ്പം എല്ലാവരോടും നിങ്ങൾ ഈ സംഘടിപ്പിച്ച പരിപാടി, ഇതിൽ നടത്തിയ ഈ യാത്രയപ്പിന്റെ ഉപഹാരങ്ങളും യാത്രയപ്പും എല്ലാറ്റിനും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഉപ്പയുടെ ആരോഗ്യത്തിനു വേണ്ടി, ആഫിയത്തിനു വേണ്ടി, ദീർഘായുസ്സിനു വേണ്ടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി നന്ദിക്ക് വേണ്ടി ഗതിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വയസ്സ് കമ്മിറ്റി സംഘടിപ്പിച്ച നമ്മുടെ മൊല്ലാക്കയുടെ യാത്രയക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടുന്നത്. ഇതിന്റെ സമാപനത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ വിശദമായി തന്നെ മൊല്ലാക്കാന്റെ അധ്യാപക ജീവിതത്തെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഞാനടക്കമുള്ളവർ കഴിഞ്ഞ 50 വർഷത്തോളമായി ദീനിന്റെ ആദ്യാക്ഷരം പഠിപ്പിച്ചു കൊടുത്ത അദ്ദേഹം. അത് തന്നെയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ മഹാഭാഗ്യം. അതാണ് ഇവിടെ ആശംസകൾ പറഞ്ഞാലും നമ്മളോട് പ്രസംഗത്തിൽ പറഞ്ഞൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമുക്കറിയാം, നമ്മുടെ മഹലിൽ 600ഓളം വീടുകളുണ്ട്. ഈ 600 വീടുകളിലും മൊല്ലാക്ക പഠിപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥിയും ഇല്ല എന്ന് എല്ലാ വിദ്യാർത്ഥികളും പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരാളെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാവും. 5 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആൾക്കാരെ മൊല്ലാക്ക പഠിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് മറ്റൊരു ഭാഗമാണ്. മൊല്ലാക്കനെ സംബന്ധിച്ചിടത്തോളം വയസ്സ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടി പങ്കെടുത്ത എല്ലാവരെയും കുറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പരിപാടിയുടെ അവസാനിപ്പിച്ചതേ. വായു